أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറ ബഖറയിലെ 178 ആയത്താണ് പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കും പടിഞ്ഞാറും തിരിക്കുന്നത് പുണ്യമൊന്നുമല്ല. എന്നാൽ അള്ളാഹുവിലും അന്ത്യനാളിലും മലക്കുകളിലും അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുകയും അവനോടുള്ള സ്നേഹം നിമിത്തം അടുത്ത ബന്ധുക്കൾക്കും അനാഥർക്കും അഗതികൾക്കും വഴിയാത്രക്കാരനും ധനസഹായം ആവശ്യപ്പെടുന്നവർക്കും അടിമകളെ മോചിപ്പിക്കുന്നതിനും ധനം നൽകുകയും നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും കരാർ ചെയ്താൽ തങ്ങളുടെ കരാർ പാലിക്കുകയും കഷ്ടപ്പാടിലും ദുരിതാവസ്ഥയിലും യുദ്ധാവസരത്തിലും സഹനം കൈക്കൊള്ളുകയും ചെയ്യുന്നവരത്രേ സാക്ഷാൽ പുണ്യവാന്മാർ. അവർ സത്യം പാലിച്ചവരാണ്, അവർ തന്നെയാണ് യഥാർത്ഥ ഭക്തന്മാർ. ഈ ആയത്തിൻ്റെ വിശദീകരണം ഹദരത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീർ കബീറിൽ നിന്നും നൽകി വരികയാണ്. ഹുസൂർ തുടർന്ന് പറയുന്നു: അള്ളാഹു പറയുന്നു, വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഈ ഭാഗത്തിൻ്റെ വാച്യാർത്ഥം പുണ്യം എന്നാൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവനാകുന്നു എന്നാണ്. ബാഹ്യമായി നോക്കുമ്പോൾ ഈ അർത്ഥം ശരിയല്ല എന്ന് തോന്നും. കാരണം അൽ ബിർ, പുണ്യം എന്നത് ഒരു ഇസ്മ ആണ്, നാമമാണ്. ഇസ്മിന് ശേഷം അതിനോട് യോജിക്കുന്ന ഒരു ഖബർ അല്ലെങ്കിൽ ഒരു പ്രസ്താവന ആവശ്യമാണ്. അതിനാൽ ഖുർആന്റെ ശൈലിക്കനുസരിച്ച് ഇവിടെ ചില വാക്കുകളെ മഹ്സൂഫ് അഥവാ ഒഴിവാക്കിയതായി കണക്കാക്കപ്പെടും. ചില വ്യാകരണ പണ്ഡിതന്മാർ ഇതിന് 3 വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്നാമതായി, മൻ ആമന ബില്ലാഹി എന്നതിനു മുമ്പ് ബിർ എന്ന വാക്ക്, അതായത് പുണ്യം എന്ന വാക്ക് മറഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് സങ്കല്പിക്കുക. അതായത് യഥാർത്ഥ വാചകം വലാകിന്നൽ ബിർറ ബിർറു മൻ ആമന, അതായത് പുണ്യം എന്നത് വിശ്വസിച്ചവൻ്റെ പുണ്യമാകുന്നു എന്നാണ് അർത്ഥം വരിക. അറബി ഭാഷയിൽ ഇങ്ങനെ വാക്കുകൾ ഒഴിവാക്കി ചുരുക്കി പറയുന്ന രീതി സാധാരണമാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, വസ്അലിൽ ഖറിയ, ആ നാടിനോട് ചോദിക്കുക. ഇവിടെ നാടിനോട് ചോദിക്കാൻ കഴിയില്ല, മറിച്ച് നാട്ടുകാരോട് ചോദിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവിടെയും നാട്ടുകാർ, അതായത് അഹ്ലുൽ ഖറിയ എന്നതിലെ അഹ്ല് എന്ന വാക്ക് മറഞ്ഞു കിടക്കുകയാണ്. ഇതുപോലെയാണ് ഇവിടെയും ബിർ എന്ന വാക്ക് മറഞ്ഞു കിടക്കുകയാണ്. ഇത് ഒരു വിശദീകരണം. ഇനി രണ്ടാമത്തെ വിശദീകരണം, അൽ ബിർ എന്ന പദത്തെ മസ്ദർ അഥവാ ക്രിയാനാമമായി കണക്കാക്കി അതിനെ ഇസ്മ ഫായിൽ, അതായത് കർത്തൃനാമം എന്ന അർത്ഥത്തിൽ എടുക്കുക എന്നതാണ്. അതായത് അൽ ബിർറു എന്നാൽ പുണ്യവാൻ എന്നർത്ഥം. അപ്പോൾ വാചകത്തിൻ്റെ അർത്ഥം പുണ്യവാൻ എന്നാൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവനാകുന്നു എന്നായി മാറും. മൂന്നാമത്തെ വിശദീകരണം, അൽ ബിർ എന്ന വാക്കിനു മുമ്പ് ദൂ ചേർത്ത് ദൽ ബിർ എന്ന് വായിക്കുക എന്നതാണ്. അതായത് അതിൻ്റെ അർത്ഥം വരിക പുണ്യവാൻ എന്നാൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവനാകുന്നു എന്നാകും. ഈ 3 വിശദീകരണങ്ങളും അള്ളാഹുവിൻ്റെ
ഉദ്ദേശ്യത്തിന് അനുയോജ്യമാണ്. ഏതായാലും അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത് പുണ്യത്തിനായുള്ള ആദ്യത്തെ നിബന്ധന മനുഷ്യന് അള്ളാഹുവിലുള്ള വിശ്വാസമാണെന്നാണ്. അള്ളാഹുവിൽ വിശ്വാസമില്ലാതെ ഒരു മനുഷ്യനും പുണ്യം നേടാൻ കഴിയുകയില്ല. രണ്ടാമതായി അന്ത്യദിനത്തിലുള്ള വിശ്വാസമാണ്. ഇത് മനുഷ്യനെപ്പോഴും അനിവാര്യമാണ്. ഈ സത്യം ഒരിക്കലും മാറുകയില്ല. മൂന്നാമതായി മലക്കുകളിലുള്ള വിശ്വാസമാണ്. ഈ സത്യവും എക്കാലത്തും നിലനിൽക്കും. നാലാമതായി വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസമാണ്. ഇവിടെ കിതാബ് എന്ന വാക്ക് ഏകവചനമായി നൽകിയത് തെറ്റല്ല. കാരണം ഇതിലൂടെ ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രന്ഥത്തെ മാത്രമല്ല, മറിച്ച് അള്ളാഹുവിൽ നിന്നുള്ള എല്ലാ ഗ്രന്ഥങ്ങളെയും വിശ്വസിക്കണം എന്നാണ് അർത്ഥമാക്കുന്നത്. അത് മുൻകാലങ്ങളിൽ അവതരിച്ചതാകാം, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നതുമാകാം. അഞ്ചാമതായി പ്രവാചകന്മാരിലുള്ള വിശ്വാസമാണ്. ഈ 5 കാര്യങ്ങളിലും വിശ്വസിക്കാതെ കണ്ട് ഒരാൾക്കും യാതൊരു പുണ്യവും നേടാൻ കഴിയുകയില്ല. ഇതിന് ശേഷം അള്ളാഹു സമ്പത്ത് ചെലവഴിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. വആതൽ മാല അലാ ഹുബ്ബിഹി എന്നതിലെ സർവനാമമായ ഹി സമ്പത്തിനെ സൂചിപ്പിക്കാം, സമ്പത്ത് നൽകുന്നതിനെ സൂചിപ്പിക്കാം, ആർക്കാണോ സമ്പത്ത് നൽകപ്പെടുന്നത് ആ വ്യക്തിയെ സൂചിപ്പിക്കാം. അതുപോലെ അത് അല്ലാഹു തആലയിലേക്കും സൂചന നൽകാവുന്നതാണ്. ഇതനുസരിച്ച് ഇതിന് 4 അർത്ഥങ്ങൾ വരാവുന്നതാണ്. ഒന്ന്, സമ്പത്തിനോട് മനുഷ്യന് സ്വാഭാവികമായുള്ള സ്നേഹമുണ്ടായിട്ടും അത് അന്യായമായി ചെലവഴിക്കാതെ സന്മാർഗത്തിൽ ചെലവഴിക്കുക. 2, ധനം ചെലവഴിക്കുന്നതിനെ ഒരു ബാധ്യതയായല്ല, മറിച്ച് അയാൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള ഇഷ്ടത്തോടുകൂടി നന്മ ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തിക്കൊണ്ട് ധനം ചെലവഴിക്കുക. 3, ആർക്കാണോ ധനം നൽകുന്നത് അവരെ നിന്ദ്യരായി കാണാതെ തൻ്റെ സഹോദരനായി കാണുകയും നൽകപ്പെടുന്ന വ്യക്തിക്ക് ഗുണം ആഗ്രഹിച്ചുകൊണ്ടും അയാൾക്ക് പുരോഗതി ഉണ്ടാകുന്നതിനുമായിട്ട് ധനം ചെലവഴിക്കുക. 4-മത്തെ അർത്ഥം അലാ ഹുബ്ബിഹി എന്നതിലെ സർവനാമം അള്ളാഹുവിനെ കുറിക്കുന്നു എന്നതാണ്. അതായത് അള്ളാഹുവിനോടുള്ള അതിയായ സ്നേഹം കാരണം അവന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുക. വെറുതെ പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല ചെലവഴിക്കുന്നത്. ഇവ ധനം ചെലവഴിക്കുന്നതിൻ്റെ 4 പദവികളാണ്. ആദ്യ പദവി ഏറ്റവും താഴെയുള്ളതും 4-മത്തേത് ഏറ്റവും ഉന്നതവുമായ പദവിയാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി പിന്നീട് വിവരിക്കുന്നതാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.